ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് ഫ്രം ജിദ്ദ. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഈ വീഡിയോ എന്താണ് ടോപ്പിക് എന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലേ? യെസ്, നമ്മുടെ മീറ്റപ്പിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ജിദ്ദയിലുള്ള മീറ്റപ്പ് അല്ല കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ. എന്താണെന്നറിയോ കാര്യം? നാളെ ഈവനിങ് ഫ്ലൈറ്റിന് നാട്ടിലേക്ക് വരിക കേട്ടോ. സ്കൂൾ ക്ലോസ് ചെയ്തത് ജൂൺ 12-നായിരുന്നു. ബട്ട് മക്കളുടെ സ്കൂൾ ക്ലോസ് ചെയ്യാൻ ലേറ്റായി. കാരണം ഇന്ത്യൻ സ്കൂൾ നമുക്ക് ജൂലൈ 7th വരെ ഉണ്ട്. അതുകൊണ്ട് എത്രയും ലേറ്റ് ആയത്. അപ്പോൾ നമുക്ക് മീറ്റപ്പിൻ്റെ കാര്യത്തിലേക്ക് പോവാം. ഇതിൽ പറയാൻ പോകുന്നത് എന്താണ്, നമ്മൾ മീറ്റപ്പിൽ പറയാൻ പോകുന്നത്, ആരാണ് മീറ്റപ്പ് അറ്റൻഡ് ചെയ്യേണ്ടത്, അതുപോലെ എവിടെയാണ് നമ്മൾ മീറ്റപ്പ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ്. ലാസ്റ്റ് ഇയറിൽ പെരിന്തൽമണ്ണ വാവാസ് മോളിൽ വെച്ചിട്ടായിരുന്നു മീറ്റപ്പ് നടത്തിയത്. കാരണം നമ്മുടെ വീട് പെരിന്തൽമണ്ണയാണ്. അതുകൊണ്ട് തന്നെ അവിടെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പം നിങ്ങളിൽ പല മെമ്പേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു എറണാകുളം, കാലിക്കറ്റ്, ഇങ്ങനെ കോട്ടയം ഇങ്ങനെയുള്ളവർക്കൊക്കെ പെരിന്തൽമണ്ണ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം. എന്നാലും നിങ്ങളിൽ കുറേ പേര് എറണാകുളത്തു നിന്ന് പോലും അന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആ ദിവസം നല്ല ഹെവി റെയിൻ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പേര് അത് ക്യാൻസൽ ചെയ്തു. നിങ്ങൾ പേ ചെയ്ത രജിസ്ട്രേഷൻ ഫീ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തന്നു. ഇതൊക്കെ നടന്നു ലാസ്റ്റ് ഇയർ അല്ലേ? എന്നാലും നമ്മുടെ മീറ്റപ്പിന് തൃശ്ശൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നും കാലിക്കറ്റിൽ നിന്നും അന്നും മെമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നിങ്ങൾക്ക് ഞാൻ പ്രോമിസ് ചെയ്തതായിരുന്നു നെക്സ്റ്റ് ഇയറിൽ കാലിക്കറ്റ് ഓർ എറണാകുളം വെച്ചിട്ടൊരു മീറ്റപ്പ് നടത്തും. അപ്പോൾ എല്ലാവർക്കും ട്രെയിനിനൊക്കെ വന്നിട്ട് അറ്റൻഡ് ചെയ്യാലോ എന്നുള്ളതായിരുന്നു നമ്മൾ അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പം നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ കാലിക്കറ്റ് ഓർ എറണാകുളം എന്നല്ല, രണ്ടിടത്തും ഓരോ മീറ്റപ്പ് ചെയ്യാൻ തന്നെയാണ് നമ്മുടെ പ്ലാന്. കാരണം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ളൊരു കാരണം, ഇവിടെ ജിദ്ദയിൽ മീറ്റപ്പ് ഇപ്പം നമ്മൾ 2 വെച്ചു, നാട്ടിലൊരു മീറ്റപ്പ് നടത്തി. ഈ ഓരോ മീറ്റപ്പ് നടത്തുന്നതിൻ്റെ ശേഷവും എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, കാരണം ആ മീറ്റപ്പിന് പങ്കെടുത്ത പലരും ബിസിനസ് ചെയ്യുന്നു, അവർക്ക് ജോലി കിട്ടുന്നു, അവർ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണത്. കാരണം നമ്മൾ ഹെൽപ്പ് ചെയ്ത് ആളുകൾക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണല്ലേ? ഇപ്പം നമ്മൾ ലാസ്റ്റ് മീറ്റപ്പ് ജിദ്ദയിൽ വെച്ച് നടത്തി. അതിനുശേഷം ഇവിടെ ലേഡീസ് ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ ചില ആളുകൾ ബേബി സിറ്റിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ജിദ്ദയിലെ കാര്യം. ഇനി നിങ്ങൾക്ക് നാട്ടിൽ വന്ന് മീറ്റപ്പ് നടത്തുന്ന സമയത്ത് കുറേ ആളുകൾ ഇവിടെ ഹസ്ബൻഡുമാരടുത്തേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ട്. അതുപോലെ കുറേ ആളുകൾ ഫസ്റ്റ് അവർ വന്നിട്ട് പിന്നെ അവരുടെ ഹസ്ബൻഡുമാരെയും മക്കളെയും കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ട്. ഇനി അതൊന്നും ഇല്ലാത്തവർ, ഗൾഫിൽ ആരുമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ജീവിക്കണം അവർക്ക്. ബട്ട് ചില ബിസിനസ് ഐഡിയ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളവരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ളൊരു മീറ്റപ്പ് ആയിരിക്കും. അവിടെ നമ്മൾ തരുന്ന ഹെൽപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗൾഫിൽ വരുന്നവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ജോബ് ചെയ്യാം. മെയിൻലി ഞാനിവിടെ ഒരു ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് ടീച്ചിങ് ഫീൽഡിലത്തെ കാര്യങ്ങൾ കുറച്ച് ഏറെ പറയാൻ കഴിയും. എന്നാലും കമ്പനി ജോബിനെ കുറിച്ചും കമ്പനി ജോബിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, അവിടെ ഇൻ്റർവ്യൂ കൊടുക്കേണ്ട കാര്യങ്ങൾ, പിന്നെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരും. ഗൾഫ് സ്കൂളിൽ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ചെയ്യേണ്ടത്, ഡെമോ, CV എല്ലാം A to Z കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. പിന്നെ ഇനി ഇങ്ങോട്ട് വരാൻ കഴിയാതെ ഇവിടുന്ന് എക്സിറ്റിൽ പോയ പല കാരണം കൊണ്ട് നാട്ടിൽ നിന്ന് ബുദ്ധിമുട്ട് നിൽക്കുന്നവരുണ്ടാവും. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. നിങ്ങൾക്ക് വേണ്ട ഐഡിയാസ്, കാരണം നമ്മൾ തീരുമാനിച്ചാൽ മതി, നമുക്ക് ജീവിക്കണം. നമ്മൾ റെഡിയാണ് ഹാർഡ് വർക്ക് ചെയ്യാനെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നിട്ടും നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം, നമുക്ക് ജീവിക്കാം, ഹാപ്പിയായി പീസ്ഫുള്ളായിട്ട് നമുക്ക് ജീവിക്കാം. ബട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ നമ്മൾ റെഡി ആവണം. നമ്മളൊക്കെ എന്താ ചെയ്യുക, ഇരുന്നു കൊണ്ട് അങ്ങനെ ഡ്രീം ചെയ്യും. ഡ്രീം ചെയ്തുകൊണ്ട് കാര്യമില്ല, അതിലേക്ക് നമ്മൾ ഇറങ്ങി പണിയെടുക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ എന്ത് സ്വപ്നമാണെങ്കിലും നമ്മളത് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് കിട്ടിയൊരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. അതുപോലെ ഇപ്പം 3 മീറ്റപ്പ് നടത്തിയതിൻ്റെ ശേഷം വീണ്ടും എനിക്ക് മീറ്റപ്പ് നടത്താൻ തോന്നുന്നതും അതിനുള്ള എനർജി കിട്ടുന്നതും ആ ഒരു ആത്മവിശ്വാസം എന്നിൽ കൂടുതൽ, എന്താ പറയുക, ഓരോരുത്തർക്ക് ജോലി കിട്ടുമ്പോൾ അതെന്നിൽ കൂടുകയാണ്. ഓക്കെ, അപ്പം നിങ്ങളും ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയുള്ളവർ മാത്രം ഇതിന് രജിസ്റ്റർ ചെയ്യാം. അപ്പം നിങ്ങൾ വിചാരിക്കും രജിസ്റ്റർ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ വലിയൊരു എമൗണ്ടൊക്കെ ഫീ വേണ്ടി വരും. നാട്ടിലെ 500 രൂപയാണ് മീറ്റപ്പിൻ്റെ. നമുക്കവിടെ വെന്യൂ ബുക്ക് ചെയ്യണ്ടേ, അതിനുള്ളൊരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് ഒരാൾ നമ്മൾ 500 രൂപ വെച്ചിട്ടാണ് നമ്മൾ
ഒരു രജിസ്ട്രേഷൻ ഫീ ആയിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എന്താ എറണാകുളം കാലിക്കറ്റ് എന്നുള്ളതിന് നമ്മൾ ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി കുറേ മെമ്പേഴ്സ് ആ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ട് വെക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നാട്ടിലുള്ളവർ മാത്രം അതിൽ ജോയിൻ ചെയ്യുക. എനിക്ക് എൻ്റെ ഗൾഫിലുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാൻ, ഇനി നാട്ടിൽ പോയി വന്നതിൻ്റെ ശേഷമാണ് മീറ്റപ്പ് പ്ലാൻ ചെയ്യുക. ഇത് നാട്ടിലുള്ള മീറ്റപ്പ് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും നമ്മളൊരു പോള് തന്നിട്ട് നിങ്ങളെ എത്ര പേരാണ് കാലിക്കറ്റിലേക്ക്, എത്ര പേരാണ് എറണാകുളത്തേക്ക് എന്ന് നോക്കിയിട്ട് രണ്ടിനും സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കും നമ്മൾ. എന്നിട്ട് രജിസ്റ്റർ ചെയ്തവരെ മാത്രം ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് മെമ്പേഴ്സിനെ നോക്കിയിട്ട് വേണം നമുക്ക് വെന്യൂ ബുക്ക് ചെയ്യാൻ. ഓക്കെ. കാരണം കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വരാൻ ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് നമ്മളിപ്പോൾ നിങ്ങളെ കാണാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരികയാണ്. അപ്പം മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നവർ അതിനടുത്തുള്ളവരൊക്കെ ഈ മീറ്റപ്പിൽ നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ. കാരണം നമ്മൾ അവിടുന്ന് കാലിക്കറ്റിൽ വന്നിട്ടും ചെയ്യും, എറണാകുളത്തും. അപ്പോൾ അതിനു വേണ്ടി അവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് നമുക്ക് വേണം. നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യണം, മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണെന്നുള്ളത്. അതുപോലെ നമ്മൾ ലാസ്റ്റ് മന്ത് നമ്മൾ ഇനാഗുറേറ്റ് ചെയ്ത നമ്മുടെ കേരള വിമൻ യുണൈറ്റഡ് ക്ലബ്ബിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എറണാകുളം കാലിക്കറ്റുള്ളവർ അവരും മുന്നോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട വെന്യൂ കണ്ടെത്താനും മറ്റു കാര്യത്തിനൊക്കെ എല്ലാ സപ്പോർട്ടുമായിട്ട് അവരും മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് കൂടുതൽ എനർജി കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 1 മന്തിൽ വരുമ്പോൾ നിങ്ങളെ അവിടെ എറണാകുളം കാലിക്കറ്റും വന്ന് മീറ്റ് ചെയ്യുമ്പോൾ നമുക്കും ഉണ്ട് അതിലൊരു ഹാപ്പിനെസ്. അപ്പോൾ എല്ലാവരും മീറ്റപ്പിന് വരാൻ റെഡി അല്ലേ? അപ്പം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. നാട്ടിലുള്ളവർ മാത്രം ജോയിൻ ആവുക, എറണാകുളം കാലിക്കറ്റും വരാൻ പറ്റുന്നവർ.